ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ജബീസ് ഫ്യൂഷൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കൊറോണയുടെ സമയമാക്കി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇന്ന് നമ്മൾ കീമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കീമ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇവിടെ ഇറച്ചി നമുക്ക് നല്ലതുപോലെ നുറുക്കിയെടുക്കണം. അതായത് നമ്മൾ മിക്സിയിലിട്ട് കീമ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമുള്ളത് വൈനയില, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഇത്രയും സാധനങ്ങളാണ്. അതോടൊപ്പം 3 വലിയ സവാള, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഒരു 5-6 കഷ്ണം പച്ചമുളകേ കാണത്തുള്ളേ, 5-6 പച്ചമുളക്. ഇനി നമുക്ക് കുറച്ച് ബട്ടാണ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതേ ഉള്ളൂ, പുഴുങ്ങിയതല്ലേ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പേ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വൈനയില, പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി കഷ്ണം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. വലുതോ ചെറുതോ എത്രയും വേണമെങ്കിലും എടുക്കാം. സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും പച്ചമുളകും അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കും. അതിനെ കൂടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് വരുന്ന സമയം നമുക്ക് മനസ്സിലാവും. പച്ചമുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ എല്ലാവരും ഒന്ന് ചുമയ്ക്കാൻ തുടങ്ങും. ഇനി നല്ലതുപോലെ ആയിട്ടുണ്ട്. ചില നേരം കൂടെ ഒന്ന് ഇരുന്നോട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് വീണ്ടും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ. കുറച്ച് മട്ടൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോരോ ടേസ്റ്റിനനുസരിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നി, ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വട്ടാണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതുവരെ നമ്മൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി
ഇനി നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി പകുതി ചേർത്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയായിട്ട് മമ്മ സ്പെഷ്യൽ കട്ട്ലറ്റ് റെസിപ്പി എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണണേ. അതോടൊപ്പം നല്ല അറിവുകൾ പകർന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു അറിവും ചെറുതല്ല എന്നൊരു പ്ലേലിസ്റ്റ്, അതും കൂടി ഒന്ന് ചെന്ന് കാണുക. പിന്നെ റെസിപ്പിയുടെ ഇതിൽ ഞാൻ പുറൻപോളി ഇട്ടിട്ടുണ്ട്, ചിക്കൻ ദം ബിരിയാണി ഇട്ടിട്ടുണ്ട്, പിന്നെ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ മെത്തി പരാട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പരാട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ളതും ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം വളരെയധികം സ്നാക്സ് ഇട്ടിട്ടുണ്ട്. ബ്രെഡ് സാൻഡ്വിച്ച്, പാവ് ഭാജി മസാല ദോശ, പിന്നെ മാഗിയുടെ മസാല വൈറ്റ് സോസിൽ എങ്ങനെ ഉണ്ടാക്കാം, ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കാം, നല്ല ഉള്ളിത്തീയൽ എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ അതുപോലെ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെന്ന് നോക്കുക. ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കീമ ഉണ്ടാക്കാനായിട്ട് ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞു തരാം. ബീഫ് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി എഴുതി അറിയിക്കണേ. നല്ലപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ എന്തോന്ന് നോക്കണം. നമ്മൾ തുറന്നിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം കുറച്ചൊന്ന് കുറയട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇനി ഇതോടൊപ്പം നമുക്ക് അമൂലിൻ്റെ ക്രീം, ഫ്രഷ് ക്രീം ഇവിടെ മേടിച്ചതുണ്ട്, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വേറെ ക്രീം നമ്മുടെ പാലിൻ്റെ മേളിൽ വയ്ക്കുന്ന പാടയില്ല, അതാ ക്രീം, അത് നമുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇച്ചിരി ടൊമാറ്റോയുടെ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്.